ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് ദൈവ തിരുനാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദൈവം. നമ്മുടെ ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്ന ദൈവം. നമുക്ക് പല ആവശ്യങ്ങളുണ്ടാകും. ആവശ്യങ്ങളിലെല്ലാം നമ്മളെ സഹായിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതിനാധാരമായി ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം വായിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമ്മുടെ ദൈവവും പിതാവുമായവന് എന്നേക്കും മഹത്വം. ആമേൻ. ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാചകമാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ട് ദൈവം പൂർണ്ണമായും തീർത്തു തരും. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്യമാണിത്, കാണാതെ പറയുന്ന വാക്യമാണ്. ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർക്കുന്ന ദൈവമാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കേണ്ടതിന് വേണ്ടി ഉപയോഗിക്കുന്ന പല മാർഗങ്ങളും. ദൈവം ഒരേ രീതിയിലല്ല നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുവാൻ ഓരോ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഈ വാക്യം വളരെ സുപരിചിതമാണെങ്കിലും കുറച്ച് തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു വാക്യം കൂടായത്. ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അലസന്മാരായി മടിയന്മാരായി ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടെല്ലാം ദൈവം തീർത്തു തരും എന്ന് ചിന്തിക്കരുത്. അതല്ല ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇവിടെ ഫിലിപ്പിയിലെ സഭയോടാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് ദൈവം തീർത്തു തരുമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഫിലിപ്പിയിലെ സഭയുടെ ബുദ്ധിമുട്ട് ദൈവം തീർത്തു തരുമെന്ന് പറയുന്നത്? എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടും ദൈവം തീർത്തു തരുമെന്നാണോ ഈ വാക്യത്തിൻ്റെ അർത്ഥം? ഒന്നും ചെയ്യാതെ മടിയന്മാരായി കുഴിമടിയന്മാരായി ഇരുന്നിട്ട് ദൈവം ചെയ്തോളും എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള വാക്യമല്ലിത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു തത്വം, ഇത് ഫിലിപ്പിയരോട് പറയുമ്പോൾ, ഒന്ന്, ഫിലിപ്പിയർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയരോട് പറയുന്നത് ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരും. അപ്പോൾ ഫിലിപ്പിയിലെ സഭ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സഭയായിരുന്നു. പക്ഷെ ഇവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഭയാണെങ്കിലും ഇവരുടെ ഒരു പ്രത്യേകത, ഫിലിപ്പിയിലെ 4-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. എന്ത് കൂട്ടായ്മയാണ് ഫിലിപ്പിയർ പൗലോസിനോട് കാണിച്ചത്? കണ്ടപ്പോൾ കൈ കൊടുത്തു, വർത്താനം പറഞ്ഞു, ഒന്നിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു. ആ കൂട്ടായ്മയുടെ കാര്യമല്ല പറയുന്നത്. എന്ത് കൂട്ടായ്മയാണ് കാണിച്ചത്? ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറ് നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നു. തെസലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. അപ്പോൾ അവർ കാണിച്ച കൂട്ടായ്മ എന്ന് പറയുന്നത് വരവ് ചെലവ് കാര്യത്തിലാണ്. മിഷൻ യാത്രയിലായിരുന്ന പൗലോസിന് ബുദ്ധിമുട്ടാണെന്ന് ഫിലിപ്പിയർ അറിഞ്ഞു. പൗലോസ് പറയും, തെസലോനിക്കയിലായിരുന്ന കാലത്തും നിങ്ങൾ 1-2 വട്ടം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അഥവാ ഫിലിപ്പിയർ ബുദ്ധിമുട്ടിലാണെങ്കിലും പൗലോസ് ബുദ്ധിമുട്ടിലാണെന്നറിഞ്ഞപ്പോൾ, ബുദ്ധിമുട്ടിലാണെങ്കിലും അവർക്കുള്ള സമ്പത്തിൽ നിന്ന് ഒരു വീതം പൗലോസിൻ്റെ മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി അവരയച്ചു കൊടുത്തു. നമ്മൾ സാധാരണ പറയും, പണം ഉള്ളവർ കൊടുക്കട്ടെ, ഇല്ലാത്തവരോ കൊടുക്കാത്തത്. ആരാ കൊടുക്കുന്നത്? ഉള്ളവരാണോ കൊടുക്കുന്നത്? ഇല്ലാത്തവരാണോ കൊടുക്കാത്തത്? രണ്ടും ശരിയല്ല. കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ മനസ്സുള്ളവരാ. കൊടുക്കാൻ മനസ്സുള്ളവരാ കൊടുക്കുന്നത്. ചിലർക്ക് കൊടുക്കാൻ മനസ്സില്ല, അവർ കൊടുക്കത്തില്ല. ഫിലിപ്പിയർ പൗലോസിൻ്റെ ബുദ്ധിമുട്ടിൽ വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചപ്പോൾ പൗലോസ് അവരോട് പറയുന്ന കാര്യമാണ്,
എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരും. അഥവാ പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിനൊന്നും തിരികെ ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയില്ല, കാരണം ഞാനും ബുദ്ധിമുട്ടിലൂടെ പോവാം. പക്ഷെ ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. ബുദ്ധിമുട്ടിലായിരിക്കുന്ന എന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ പോലും സഹായിച്ചപ്പോൾ ഇത് കണ്ട ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിങ്ങളെയും സഹായിക്കും. അപ്പം ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുമെന്ന് പറയുമ്പോൾ അതാരെക്കുറിച്ചാണ് പറയുന്നത്? കൊടുക്കുന്നവന് ദൈവം തിരിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. കൊടുക്കുന്നവന് തിരികെ കൊടുക്കുന്നതാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 6:38 പറയുന്നത്, കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം കിട്ടണമെങ്കിൽ കൊടുക്കണം. ഒത്തിരി ഉണ്ടായിട്ടാണോ കൊടുക്കുന്നത്? അല്ല, ബുദ്ധിമുട്ടിലാണെങ്കിലും കൊടുക്കണം. ബുദ്ധിമുട്ടിൽ കൊടുക്കുമ്പോൾ ദൈവം ബുദ്ധിമുട്ട് തീർത്തു തരും. ചിലരുടെ ബുദ്ധിമുട്ട് ഒരിക്കലും തീരാത്തതിൻ്റെ കാരണം അവർ ദൈവത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ്. ചിലർക്ക് വാങ്ങാനേ അറിയത്തുള്ളൂ, കൊടുക്കാൻ അറിയത്തില്ല. മനസ്സിലായോ? കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പം ഏതളവിലാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഏതളവിലാണ് കൊടുക്കുന്നത് അതനുസരിച്ചാണ് കിട്ടുന്നത്. കൂടുതൽ കൊടുക്കുന്നവന് ദൈവം കൂടുതൽ തിരിച്ചു കൊടുക്കും, കുറച്ച് കൊടുക്കുന്നവന് കുറച്ച് കിട്ടും. അപ്പോൾ എല്ലാം തികഞ്ഞിട്ടല്ല നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്, ബുദ്ധിമുട്ടിൽ കൊടുക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങൾ സാധിപ്പിക്കുന്ന ഒരു മാർഗം, നമ്മൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ കരുതൽ കാണാൻ പറ്റും. ഫിലിപ്പിയർ ബുദ്ധിമുട്ടിലിരിക്കുമ്പോൾ ബുദ്ധിമുട്ടിലുള്ള പൗലോസിന് കൊടുത്തു, ദൈവം അവരുടെ ബുദ്ധിമുട്ട് തീർത്തു തന്നു. അപ്പോൾ ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്ന ഒരു വിധം അങ്ങനെയാണ്, നമ്മൾ കൊടുക്കുന്ന അളവിൽ നമുക്ക് തിരിച്ചു തന്ന് ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് തീർത്തു തരും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യത്തിൽ മക്കദോന്യ സഭകളെക്കുറിച്ചുള്ള പ്രശംസ പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങളോട് പറയുക. എന്താ അവരുടെ കൃപ? മക്കദോന്യക്കാർ കൃപയുള്ളവരാണെന്ന് പറയാൻ കാര്യമെന്നാ? അവരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. എന്തോ ആ സ്വഭാവം? കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിക്കുവാൻ കാരണമായി തീർന്നു. അപ്പോൾ മക്കദോന്യ സഭയ്ക്ക് കഷ്ടതയാണ്, പക്ഷെ കൃപയുള്ളത് കൊണ്ട് കഷ്ടതയിലും അവർ സന്തോഷിക്കുക. മക്കദോന്യ സഭയ്ക്ക് ദാരിദ്ര്യമാണ്, പക്ഷെ കൃപയുള്ളത് കൊണ്ട് അവർ ഔദാര്യം കാണിക്കുക. അതാ ദൈവകൃപ എന്ന് പറയും. ഇനി രണ്ടാമത്, ദൈവം കരുതുന്ന ഒരു വിധം, ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്ന ഒരു വിധം, ദൈവം മറ്റ് മനുഷ്യരെ ഉപയോഗിക്കും. നമുക്ക് വേണ്ടി ദൈവം മറ്റു മനുഷ്യരിലൂടെ വഴികൾ തുറന്നു തരും. നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിൽ സഹായിക്കാൻ പറ്റിയ ആളുകളെ ദൈവം ഒരുക്കും. അത് ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. യോസേപ്പിന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം നിമിത്തം അവൻ്റെ സഹോദരന്മാർ അവനെ ദ്വേഷിക്കുകയും ചെയ്തു. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് വരുന്ന യോസേപ്പിനെ അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് പറഞ്ഞ് ഇവർ പൊട്ടക്കിണറ്റിൽ തള്ളുന്നു. അവിടുന്ന് കച്ചവടക്കാർക്ക് വിൽക്കുന്നു. അവിടുന്ന് പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ അടിമയായി പോകുന്നു. അവിടുന്ന് അപവാദം കേൾക്കുന്നു. അവിടുന്ന് കാരാഗ്രഹത്തിൽ പോകുന്നു. കാരാഗ്രഹത്തിൽ വെച്ച് രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ മിസ്രയീമിൻ്റെ അധിപതിയായി യോസേപ്പ് ഉയർത്തപ്പെടുന്നു. യോസേപ്പിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വഴിത്താരകളുണ്ടായി, ഒരുപാട് പരിശോധനകളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. മിസ്രയീമിൽ ക്ഷാമം ഉണ്ടാകാൻ പോകുന്ന അറിഞ്ഞ യോസേപ്പ് വിളവുകൾ സൂക്ഷിച്ചു വെക്കുന്നു. ക്ഷാമകാലത്തേക്ക് വലിയ വിളവ് യോസേപ്പ് ഭണ്ഡാരഗ്രഹങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോസേപ്പിൻ്റെ സഹോദരന്മാർ വലിയ ക്ഷാമത്തിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് അവർക്ക് അറിവ് കിട്ടി. അവർക്കറിയത്തില്ല അവിടെ യോസേപ്പുണ്ടെന്ന്, അവരുടെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടൊന്നുമില്ല അവർക്കറിയത്തില്ല. ഈ സഹോദരൻ മരിച്ചു പോയെന്നാണ് ഈ സഹോദരന്മാർ അപ്പനോട് പറഞ്ഞിരിക്കുന്നതുമൊക്കെ. പക്ഷെ മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് മാത്രമേ അവർക്കറിയാം. ധാന്യം വാങ്ങേണ്ടതിന് വേണ്ടി ഈ സഹോദരന്മാർ യോസേപ്പിൻ്റെ അടുക്കൽ ചെല്ലുന്നു. യോസേപ്പ് ഇവർക്കെല്ലാം ധാന്യം കൊടുക്കുന്നു. ഇവർ കൊണ്ടുപോയ പണം തിരികെ കൊടുത്തയക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് പണമൊന്നും വാങ്ങിയില്ല. അവർക്ക് സഹോദരന്മാർക്ക് സൗജന്യമായി ധാന്യം കൊടുക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. കഥ പറഞ്ഞ് സമയം കളയുന്നില്ല. ഒടുവിലാണ് ഇവർ യോസേപ്പിനെ തിരിച്ചറിയുന്നത്. യോസേപ്പിനെ തിരിച്ചറിഞ്ഞ് വലിയ സന്തോഷമൊക്കെ ഉണ്ടായെങ്കിലും ഇവരുടെ ഉള്ളിൽ ഭയങ്കര ഭയമുണ്ടായിരുന്നു. എന്നെങ്കിലും യോസേപ്പ് നമ്മളോട് പ്രതികാരം ചെയ്യുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. അപ്പൻ മരിച്ചതിന് ശേഷം യോസേപ്പിൻ്റെ സഹോദരന്മാരെല്ലാം കൂടെ യോസേപ്പിൻ്റെ അടുത്ത് ചെന്ന് അവരുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റുപറയുന്നുണ്ട്. അപ്പോൾ യോസേപ്പ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പ്രതികാരമൊന്നും ചെയ്യാൻ പോകുന്നില്ല. പ്രതികാരം എനിക്കുള്ള കാര്യമല്ല. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ലല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല എന്ന് പറയുമ്പോൾ യോസേപ്പ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പ്രതികാരം യഹോവയ്ക്കുള്ളതാണെന്ന്. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുന്നൊന്നുമില്ല. എന്നെ നിങ്ങൾ ഇവിടോട്ട് വിറ്റതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടുകയും വേണ്ട, വിഷമിക്കുകയൊന്നും വേണ്ട. അതിനുശേഷം യോസേപ്പ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിന് ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. ദൈവമാണ് യോസേപ്പിനെ അവിടെ അയച്ചത്. എന്തിനു വേണ്ടി അയച്ചു? നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം എന്നെ മുന്നമേ ഇവിടെ അയച്ചതാണ്. അപ്പോൾ ക്ഷാമകാലത്ത് യോസേപ്പിൻ്റെ സഹോദരന്മാരുടെ ക്ഷാമം തീർത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവം മറ്റൊരു മനുഷ്യനിലൂടെ തീർത്തത്. അവരുടെ മാത്രമല്ല, മിസ്രയീമിലുള്ള അന്നത്തെ സകല ജനത്തിൻ്റെയും ക്ഷാമം തീരുവാൻ കാരണമായി ദൈവം ഉപയോഗിച്ചത് യോസേപ്പ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ ദൈവം അവിടെ ഉപയോഗിക്കുകയാണ്. ഒന്നാമത് നമ്മൾ കണ്ടു, നമ്മൾ കൊടുക്കുന്നതിൽ നിന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ദൈവത്തിൻ്റെ ഒരു വഴിയാണ് ദൈവം മുന്നമേ തന്നെ ആളുകളെ ഒരുക്കുക. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്ന ദൈവം, സംഭവിക്കാനിരിക്കുന്നതൊക്കെ മുന്നമേ അറിയുന്ന ദൈവം, നമ്മളറിയാതെ തന്നെ ദൈവം അതിനുള്ള ആളുകളെയൊക്കെ ഓരോ സ്ഥാനത്ത് ഒരുക്കും. യെരുശലേമിലേക്ക് മടങ്ങി വന്ന നവോമിക്ക് വേണ്ടി ദൈവം ബോവസിനെ ഒരുക്കിയിരുന്നു. രൂത്ത് വയലിലേക്ക് ചെന്നപ്പോൾ ബോവസ് എതിരെ വരികയാണ് ആ സമയത്ത്. അത് ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. ബോവസിനെ ദൈവം രൂത്തിനു വേണ്ടി മുന്നമേ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവൾ അറിഞ്ഞില്ല, അറിയാതെ ആ വയലിൽ ചെന്നതാണ്. പക്ഷെ ദൈവം എല്ലാം കൂട്ടിയിണക്കുകയാണ്. യാദൃച്ഛികമെന്ന് നമുക്ക് തോന്നുമെങ്കിലും നമ്മെ കരുതേണ്ടതിന് വേണ്ടി, നമുക്ക് വേണ്ടി ദൈവം ആളുകളെ ഒരുക്കും, മനുഷ്യരെ ഒരുക്കും. ഏതെങ്കിലും ഒരു മനുഷ്യനെ ദൈവം നമുക്ക് വേണ്ടി യഥാസമയം ഒരുക്കുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്, അത്ഭുതങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കും. ഫിലിപ്പിയർ ബുദ്ധിമുട്ടിൽ പൗലോസിന് കൊടുത്തു, ദൈവം അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്തു. അത് ദൈവത്തിൻ്റെ ഒരു വഴി. യോസേപ്പിൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ദൈവം യോസേപ്പിനെ ഒരുക്കി, അതും ദൈവത്തിൻ്റെ ഒരു വഴിയാണ്. എന്നാൽ മറ്റൊരു വഴി അത്ഭുതത്തിൻ്റെ വഴിയാണ്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളെ ദൈവം പോഷിപ്പിച്ചത് മന്ന കൊണ്ടാണ്. അവർക്ക്
ഭക്ഷിപ്പാൻ ആഹാരത്തിന് വേറെ കരുതലൊന്നുമില്ലായിരുന്നു. ദൈവം അവർക്ക് മന്ന കൊടുത്തു. 40 വർഷം ദൈവം അവരെ മന്ന കൊണ്ട് പോഷിപ്പിച്ചു. രാവിലെ അവരെഴുന്നേൽക്കുമ്പം തന്നെ അതിരാവിലെ മന്ന പൊഴിഞ്ഞു കിടക്കും. ഈ മന്ന ശേഖരിച്ച് അവരപ്പം ചുട്ട് അവർ ഭക്ഷിക്കും. അത് 40 വർഷത്തെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. ഇത്രയും നാളും അത്ഭുതമായിരുന്നു അവർക്ക്. അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാമോ? അത്ഭുതം ദൈവത്തിന് പ്രതീക്ഷിക്കാം. പക്ഷേ ദൈവം അത്ഭുതം ചെയ്യുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ വേറെ വഴിയില്ലാത്തപ്പോഴാണ്. എന്തുകൊണ്ട് ഇവർക്ക് മന്ന കൊടുത്തു? വേറെ വഴിയില്ല. വേറെ അവർക്ക് ഭക്ഷിപ്പാൻ വഴിയില്ല. അവർ യാത്രയിലാണ്. അവർക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല, അധ്വാനിക്കാൻ ഇടമില്ല. ദൈവം അവരെ കൊണ്ടുപോകുമ്പോൾ ആ വഴിയിൽ അവരെ സഹായിപ്പാൻ മനുഷ്യരല്ല, ദൈവം തന്നെ വഴി തുറന്നു. അവർക്ക് കാടപ്പക്ഷിയെ കൊടുത്തു, മന്ന കൊടുത്തു, ഇറച്ചി കൊടുത്തു, പാറയടിച്ചു വെള്ളം പുറപ്പെട്ടു. അവർ പോകുന്ന പുറകെ നദികൾ അവരുടെ പുറകെ പോവുകയായിരുന്നു. അവർക്ക് കുടിപ്പാൻ വെള്ളം ദൈവം കൊടുത്തു. അത് ദൈവത്തിൻ്റെ അത്ഭുതമാണ്. അവർക്ക് വെയിൽ കൊള്ളാതെ ചൂടടിക്കാതെ പോകാൻ ദൈവം മേഘം ഒരുക്കി കൊടുത്തു. രാത്രിയിൽ വെളിച്ചത്തിന് അവർക്ക് വിളക്കില്ല, കറണ്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ദൈവം അവർക്ക് വെളിച്ചം കൊടുത്തു. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ വഴിയാണ്. ദൈവം വേറെ വഴിയൊന്നുമില്ലാത്തപ്പോൾ അത്ഭുതത്തിൻ്റെ വഴി തുറക്കും. മനുഷ്യൻ്റെ എല്ലാ വഴിയും അടയുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പ്രത്യേക വഴി തുറക്കും. ഏലിയാവിനെ തന്നെ പോഷിപ്പിക്കാൻ ദൈവം പല വഴികൾ ഉപയോഗിച്ചു. ഒരിക്കൽ ദൈവം ഉപയോഗിച്ചത് ഒരു കാക്കയാണ്. അത് അത്ഭുതമാണ്. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ കെരീത്ത് തോട്ടിൻ്റെ അടുക്ക പോയി ഇരിക്കണം, തോട്ടിലെ വെള്ളം നീ കുടിക്കണം. നിന്നെ പോഷിപ്പിക്കേണ്ടതിന് 2 നേരം കാക്ക ഭക്ഷണം കൊണ്ടുതരും. അത് സ്വാഭാവികമായൊരു വഴിയല്ല. കാക്ക ആർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു ജന്തുവല്ല. കാക്ക ഭക്ഷണം തട്ടിയെടുക്കുന്ന പറവയാണ്. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ കാക്കയുടെ സ്വഭാവം ദൈവം മാറ്റി. ആദ്യം അപ്പം തട്ടിയെടുക്കുന്ന കാക്കയെ അപ്പം കൊണ്ട കൊടുക്കുന്ന ആളാക്കി ദൈവം മാറ്റിയെടുത്തു. അപ്പം ദൈവത്തിന് ഒരത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യേണ്ടതിന് വേണ്ടി ആരെയാണ് ഉപയോഗിക്കുന്നത്, ആ ആളിൻ്റെ സ്വഭാവവും മാറ്റാൻ ദൈവത്തിന് കഴിയും. ആർക്കും കൊടുക്കാത്ത ആളിൻ്റെ സ്വഭാവം മാറ്റിയെടുത്ത് അവരെ കൊണ്ട് തരിക്കാനും ദൈവത്തിന് കഴിയും. കാക്കയുടെ സ്വഭാവമേ മാറ്റി ദൈവം, അതിൻ്റെ നേച്ചർ മാറ്റിയിട്ട് കാക്ക ഏലിയാവിന് അപ്പം കൊണ്ട് കൊടുക്കുകയാണ്. അത് അത്ഭുതം. അത് ദൈവത്തിൻ്റെ ഒരു വഴിയാണ്. പക്ഷെ എന്നും കാക്കയല്ല ഉപയോഗിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാറാബാത്തിലെ ഒരു വിധവയുടെ അടുത്തോട്ട് വിട്ടു. അവിടെയും അത്ഭുതമാണ് ചെയ്യുന്നത്. ഉറവ പറ്റിപ്പോയി. പക്ഷെ ദൈവം വേറൊരു വഴി തുറന്നു. അപ്പോൾ ഏലിയാവിന് വേണ്ടി ദൈവം അവിടെ അത്ഭുതം ചെയ്യുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം അവിടെ അത്ഭുതം ചെയ്യുകയാണ്. അപ്പോൾ ഒരു വഴിയുമില്ലാതെ വരുമ്പോൾ ദൈവം അത്ഭുതത്തിൻ്റെ വഴി തുറക്കും. എല്ലാ വഴിയും അടഞ്ഞ സ്ഥിതിയിലാണ് നിങ്ങൾ ഇന്നായിരിക്കുന്നെങ്കിൽ ഓർക്കുക, ഏലിയാവിന് വേണ്ടി കാക്കയെ ഒരുക്കിയ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വഴി ദൈവം ഒരുക്കും. തോട് വറ്റുമ്പോൾ ദൈവം വേറെ ഉറവ തുറക്കും. തോട് ഒരു ദിവസം പെട്ടെന്ന് വറ്റുകയല്ല ചെയ്തത്. ഏലിയാവ് ആ തോട്ടിൽ നിന്ന് ദിവസങ്ങളായിട്ട് വെള്ളം കുടിക്കുക. ഭൂമിയിൽ മഴ പെയ്യാതായപ്പോൾ ഏലിയാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് തോട്ടിലെ വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞു വരിക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഏലിയാവിന് മനസ്സിലായി തോട്ടിലെ വെള്ളത്തിൻ്റെ ലെവൽ കുറയുക. ഒരാഴ്ചയൂടെ കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞു. തീരെ വെള്ളമില്ലാതാകുന്നത് ഏലിയാവ് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഏലിയാവിന് ഒരു പരിഭ്രമവും ഇല്ലായിരുന്നു. വറ്റിക്കൊണ്ടിരുന്ന ഒരു തോടിനരികിലാണ് ഏലിയാവ് പൊയ്ക്കൊണ്ടിരുന്നതെങ്കിലും
ഏലിയാവിന് അറിയാം ഒരു ദിവസം ഈ തോട് വറ്റും. പക്ഷെ ഒരിക്കൽ പോലും ചോദിക്കുന്നില്ല, ദൈവം ഇത് വറ്റിക്കഴിയുമ്പോൾ ഞാൻ എന്തോ ചെയ്യും? ഇങ്ങനെ മഴ പെയ്യാതിരുന്ന തോട് വറ്റുമല്ലോ, തോട് മുഴുവൻ വറ്റിക്കഴിയുമ്പോൾ ഞാൻ എന്തോ ചെയ്യും? ഏലിയാവിന് ഭാരപ്പെടേണ്ട കാര്യമില്ല. കാക്കയെക്കൊണ്ട് ദൈവത്തിന് ആഹാരം തരിക്കാമെങ്കിൽ തോട് വറ്റിയാലും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. അത് നമ്മൾ വിശ്വസിക്കണം. ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ അത് നമ്മുടെ ബുദ്ധിയിൽ മനസ്സിലാകുന്ന വിധത്തിലല്ല. കാക്കയുടെ സ്വഭാവം മാറ്റിയതുപോലെ ദൈവത്തിന് മനുഷ്യൻ്റെ സ്വഭാവം തന്നെ മാറ്റി ദൈവം ഒരാൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കൾക്ക് 40 വർഷം അത്ഭുതം, ക്ഷാമകാലം മുഴുവൻ ഏലിയാവിന് വേണ്ടി ദൈവം അത്ഭുതം. എല്ലാ തലമുറയിലും ദൈവം ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യന് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. പക്ഷേ ഈ അത്ഭുതം വേറെ വഴി ഇല്ലാത്തപ്പോഴാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവം സഹായിക്കുന്ന മറ്റൊരു വഴി, നമ്മുടെ ശത്രുക്കളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. നമ്മളെപ്പോഴും ആവശ്യങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ മിത്രങ്ങളെ ആശ്രയിക്കുന്നു. നമുക്ക് വിശ്വാസമുള്ള, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ മിത്രങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പക്ഷേ ദൈവത്തിന് മിത്രങ്ങളെ തന്നല്ല, ശത്രുക്കളെ ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് മോശയെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഫറവോന്റെ പുത്രിയാണ്. മോശയെ വീട്ടിൽ വളർത്താൻ ബുദ്ധിമുട്ടായപ്പോൾ ഒരു ഞാങ്ങണ കൊണ്ടൊരു പെട്ടി ഉണ്ടാക്കി വെള്ളത്തിൽ അരികെ കൊണ്ട് വെച്ചു. ഫറവോന്റെ പുത്രി കുളിക്കാൻ വന്നപ്പോഴാണ് ഈ ഞാങ്ങണപ്പെട്ടി കാണുന്നത്. പെട്ടി തുറന്നു നോക്കിയപ്പോൾ അത് ഒരു യഹൂദ ബാലനാണെന്ന് മനസ്സിലായി. അവളുടെ അപ്പനാണ് ഉത്തരവിട്ടിരിക്കുന്നത് യഹൂദനെ കൊന്നുകളയണമെന്ന്. പക്ഷേ അവളോട് ദൈവം പ്രവർത്തിച്ചു. അവളുടെ മനസ്സലിഞ്ഞു. ഈ മോശയോട് കരുണ കാണിക്കാൻ വേണ്ടി ശത്രുവായ ഫറവോന്റെ കുടുംബത്തെ ദൈവം ഉപയോഗിച്ചത്. നശിപ്പിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെ തന്നെ നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ഉപയോഗിക്കാനും ദൈവത്തിന് കഴിയും. മോശയെ മുലയൂട്ടി വളർത്തുവാൻ ഫറവോന്റെ പുത്രി ഏൽപ്പിച്ചതും മോശയുടെ അമ്മയെ തന്നെയാണ്. അമ്മ മോശയ്ക്ക് മുലയൂട്ടി കൊടുത്തെന്ന് മാത്രമല്ല, അതിനുവേണ്ടി അവൾക്ക് ശമ്പളം കൊടുത്തു. എവിടുന്നായി ശമ്പളം വന്നത്? ഫറവോന്റെ ഭണ്ഡാരത്തിൽ നിന്ന്. ശത്രുവിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് മോശയുടെ കുടുംബത്തിന് വേണ്ടി ദൈവം സന്ധാരണത്തിനുള്ള വഴിയുമൊരുക്കി. മോശയുടെ ജീവനെ രക്ഷിച്ച ദൈവം മോശയുടെ അമ്മയ്ക്ക് ഇതേ ശത്രുവിനെ കൊണ്ട് ശമ്പളവും കൊടുപ്പിച്ച ദൈവമാണ്. അപ്പം ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അത്ഭുതം ചെയ്യാൻ പറ്റും, മിത്രങ്ങളെ ഉപയോഗിക്കാൻ പറ്റും. ഇല്ല, ദൈവത്തിന് ശത്രുക്കളെ കൊണ്ടും ചെയ്യാൻ പറ്റും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വലിയൊരു ക്ഷാമം നമ്മൾ കാണുന്നുണ്ട്. ശമരിയ ചുറ്റപ്പെട്ടതായ ഒരു സമയത്ത് വലിയ ക്ഷാമം ദേശത്തുണ്ടായി. അവിടെ 4 കുഷ്ഠരോഗികൾ അവിടെ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. നമ്മളിവിടെ കിടന്നാലും മരിക്കും, ശത്രുപാളയത്തിൽ ചെന്നാലും മരിക്കും, നമുക്ക് ശത്രുപാളയത്തിൽ പോകാമെന്ന് പറഞ്ഞ് 4 കുഷ്ഠരോഗികൾ ശത്രുപാളയത്തിലോട്ട് ഭക്ഷണത്തിന് വേണ്ടി പോകുന്നുണ്ട്. വിശപ്പടക്കാൻ വയ്യാതെ പോവുകയാണ്. പക്ഷെ ദൈവം അവിടെ ചെയ്തൊരു അത്ഭുതം, ഈ 4 ആളുകൾ ഒരു സന്ധ്യാസമയത്ത് പുറപ്പെട്ടപ്പോൾ തന്നെ എതിർ ക്യാമ്പിൽ ദൈവം വലിയ സൈന്യത്തിൻ്റെ ഒച്ച കേൾപ്പിച്ച് ഇവരെ ഓടിച്ചു കളഞ്ഞു. ഈ കുഷ്ഠരോഗികൾ ചെല്ലുമ്പോൾ ശത്രുപാളയത്തിൽ ഇവർക്ക് ആവശ്യത്തിന് ഭക്ഷണം കിടക്കുകയാണ്. ഇവർ ഭക്ഷിച്ച് തൃപ്തി അടയുകയാണ്. എവിടെ നിന്നായി ഭക്ഷണം കിട്ടിയത്? ശത്രുക്കളിൽ നിന്നാണ് കിട്ടിയത്. അവരുടെ ശത്രുക്കളെ ദൈവം ചിതറിച്ച് ഈ ഭക്ഷണമില്ലാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടി ശത്രുവിനെ കൊണ്ട് ദൈവം ഭക്ഷണം കുടിപ്പിച്ചു. അപ്പം അതും ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. ദൈവത്തിന് അത്ഭുതം ചെയ്യാം, ദൈവത്തിന് ശത്രുക്കളെ കൊണ്ട് ഭക്ഷണം തരിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവൻ എൻ്റെ ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന
ദൈവമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവം ഒരുക്കുന്ന വേറൊരു വഴിയോടുണ്ട്. അതൊരു പക്ഷേ നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത വഴിയാണ്. അത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് മനുഷ്യൻ ജീവിക്കണം. അതും ഒരു ദൈവിക വഴിയാണ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. 40 വർഷം മന്ന പൊഴിച്ചു കൊടുത്തു. അത് ദൈവത്തിൻ്റെ അത്ഭുതമാണ്. പക്ഷേ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ ചെന്ന് അവിടുത്തെ വിളവെടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ മന്ന പെയ്തില്ല. 40 വർഷമായിട്ട് പരിചയിച്ച രീതിയിൽ രാവിലെ മന്ന പറക്കാൻ ചെന്നാൽ മന്ന കാട്ടില്ല. ദൈവം ഇത്രയും നാൾ അത്ഭുതം ചെയ്ത ദൈവം ഇപ്പോൾ എന്താ അത്ഭുതം ചെയ്യാത്തത്? ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയോ? ദൈവം ഇവരെ മറന്നു കളഞ്ഞതാണോ? ദൈവം ഇവരെ ഉപേക്ഷിച്ചതാണോ? എല്ലാ വഴിയും അടച്ചതാണോ? അല്ലല്ല, ദൈവം വഴി അടച്ചതല്ല. ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ശക്തി നിന്നുപോയതുമല്ല. മരുഭൂമിയിൽ ഇവർക്ക് അധ്വാനിക്കാൻ കഴിയില്ലായിരുന്നു. അവിടെ വേറെ വഴിയില്ലായിരുന്നത് കൊണ്ട് ദൈവം അത്ഭുതം ചെയ്ത് 40 വർഷം മന്ന കൊടുത്തതാണ്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇവർ പാലും തേനും ഒഴുകുന്ന നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നിന്നുപോയി. അപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നിന്നുപോയെന്നാണോ പാസ്റ്റർ പറയുന്നത്? അല്ല, ദൈവത്തിൻ്റെ അത്ഭുതം നിന്നുപോയെന്നല്ല പറയുന്നത്. എപ്പോഴും അത്ഭുതത്തിൻ്റെ വഴി ദൈവം നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. ആയുസ്സുള്ള, ആരോഗ്യമുള്ള, കഴിവുള്ള, അവസരമുള്ള ആളുകൾ അത്ഭുതം പ്രതീക്ഷിച്ചിരിക്കരുത്. അവർ അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് 2 തെസ്സലോനി 3:10 പറയുന്നുണ്ട്, വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയുമരുത്. മടിയന്മാർ മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് ഭക്ഷിക്കാൻ ആഗ്രഹിക്കരുത്. അത്ഭുതം പ്രതീക്ഷിച്ചിരിക്കരുത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പദ്ധതി ഉൽപ്പത്തി പുസ്തകം 2:15 വായിക്കുന്നത്, ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും ദൈവം അവിടെയാക്കി. മനുഷ്യൻ വേല ചെയ്യണം, അധ്വാനിക്കണമെന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. എന്നാൽ വേല ചെയ്യാൻ വയ്യാത്തവർക്ക്, കഴിവില്ലാത്തവർക്ക്, അവസരമില്ലാത്തവർക്ക് ദൈവം അത്ഭുതത്തിൻ്റെ വഴി തുറക്കും. അത് മറ്റു മനുഷ്യരിലൂടെയാകാം, ശത്രുക്കളിലൂടെയാകാം, അത്ഭുതത്തിൻ്റെ വഴിയാകാം. നമ്മൾ അളക്കുന്ന അളവിൽ അനുഗ്രഹത്തിൻ്റെ വഴി ദൈവം തുറന്ന് അമർത്തി കുലുക്കി കവിയുന്ന അളവ് തന്ന് ദൈവത്തെ നമ്മെ അനുഗ്രഹിക്കാം. എങ്ങനെയായാലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവം കരുതുന്ന ദൈവമാണ്. പക്ഷെ ദൈവത്തിൻ്റെ വഴികൾ വ്യത്യസ്തമാണ്. പ്രിയപിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്, ആവശ്യങ്ങളിൽ സഹായിക്കുന്ന ദൈവമാണ്. എന്നാൽ അവിടുത്തെ വഴികൾ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കി അങ്ങയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഓരോ ദിവസവും ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെത്ലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 0479-241-9821, 960-552-1715.